ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാൾ അടുപ്പിച്ചിൻ്റെ മെഷീൻ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ച് മുറുകാത്തൊരു പ്രശ്നമൊക്കെ ആയിട്ട് അപ്പോൾ തയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലൗസും കാര്യങ്ങളൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ തയ്ക്കുമ്പോൾ അതിൻ്റെ സ്റ്റിച്ച് മുറുകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇനി ആരെയെ വിളിക്കുക എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ കാക്കാൻ്റെ മോൻ ഇവിടെ അടുത്ത് തന്നെ ഷോപ്പിലുണ്ടായിരുന്നു, തുണി ഷോപ്പിലുണ്ട് കേട്ടോ. അവനെ അവിടെ തയ്ക്കുന്ന ആളാണ്. അപ്പോൾ വിളിച്ച് നോക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഈ സംഭവമാണ് കേട്ടോ. അതിന് വാഷറെന്തോ പോയിട്ടുണ്ട്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവന് നേരാക്കിയൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഇനി ശരിയായിട്ടില്ലെങ്കിൽ അതിൻ്റെ വാഷർ മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തയ്ച്ചൊക്കെ നോക്കി, അങ്ങനെ ശരിയായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അത് വന്നിട്ട് റൗണ്ട് വന്നിട്ട് ലോക്കാക്കി തന്നു കേട്ടോ. ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റിച്ചിൽ അങ്ങനെ ലോക്കാക്കി. ഇനി എനിക്ക് സ്റ്റിച്ച് ഫ്രീ ആക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പം അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മെഷീൻ നേരാക്കി കഴിഞ്ഞിട്ട് തയ്ക്കാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോഴൊന്നും ഇരുന്നില്ല. അപ്പം മെഷീൻ്റെ സൂചി മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സൂചി കോറുന്നുണ്ട് പറഞ്ഞിട്ട് അതും മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം കയറി തയ്ക്കാൻ നോക്കുമ്പോൾ സ്റ്റിച്ച് അതുപോലെ തന്നെ ആയിട്ടോ. അപ്പം പിന്നെ ഞാൻ സൂചി ഉരിയിട്ട് ആദ്യം ഇട്ടിരുന്ന സൂചി തന്നെ ഇട്ടപ്പോൾ സ്റ്റിച്ച് കറക്റ്റായിട്ടോ. പിന്നെ ഞാൻ അങ്ങനെ 2 ബ്ലൗസ് ഉള്ളതൊക്കെ തയ്ച്ചെടുത്ത് പിന്നെ അത് എമ്മിങ് ചെയ്യാണ് കൊടുത്തു വിടാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ വേറെയും സാരിമെന്ന് വെട്ടി കുറേ 2-3-4 പീസുകൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് 1 മീറ്റർ വീതി ഉണ്ട്, സാരീൻ്റെ വീതി ഉണ്ടെങ്കിലും കൂടിയിട്ട് 1 മീറ്ററൊക്കെ ഉള്ളു വരുന്നത് തുണി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തയ്ക്കാനതൊന്നും പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടുന്ന് ലൈനിങ് എടുത്തിട്ട് തയ്ച്ചോ. ലൈനിങ് 1 മീറ്റർ എടുത്താലും തയ്ക്കാൻ തുണി തികയൂല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വേറെ തുണിയാക്കിയിട്ട് നമുക്ക് തയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുകയില്ലേ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല കേട്ടോ. അപ്പോൾ ആ തുണി ഇതിൻ്റെ കൂടെ ബ്ലൗസ് തയ്ച്ചതിൻ്റെ കൂടെ കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കുന്ന വലിയ തയ്ക്കുന്ന ആളാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ആവശ്യത്തിനും ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളൂ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോ വലിയ ആൾക്കാരൊക്കെ തയ്ക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്കത് ചെയ്യണം പഠിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി പ്രായത്തിൽ ഇപ്പോൾ നമുക്ക് കൊണ്ട് എന്തായാലും ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ തയ്യൽക്കാരൊന്നുമല്ല, ചെറുതായിട്ട് നമ്മളെ ആവശ്യങ്ങൾക്ക് പുറത്ത് പോകണ്ട, നമുക്ക് തയ്ക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുറത്ത് പോയി തയ്ക്കണം എന്നുണ്ടെങ്കിലൊക്കെ എന്തോരം പൈസ വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ ആണുങ്ങളെ ഷർട്ടും പാൻറ്റും അല്ലാത്തതൊക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളാവശ്യത്തിന് തയ്ക്കുന്നതുകൊണ്ട് ആ തയ്യക്കൂലിയും കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. അപ്പോൾ മോളാണെങ്കിലും അവൾക്ക് എന്തെടുത്താലും ഒക്കെ ഞാൻ തന്നെ കേട്ടോ തയ്ച്ചു കൊടുക്കൽ. അപ്പോൾ ഞാൻ മെഷീൻ വാങ്ങിയുന്ന സമയത്ത് അങ്ങനെ നമ്മളെ വീട്ടിലത്തെ നമ്മളെ ആവശ്യങ്ങൾക്ക് തയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിന് ഞാനായിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടും വെട്ടിയിട്ടൊക്കെ അങ്ങനെ പഠിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് മാത്രം കേട്ടോ. എന്നാലും ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തയ്ച്ച് അളവ് കറക്റ്റ് കാര്യങ്ങളൊക്കെ മോഡലൊക്കെ പറഞ്ഞാൽ ഞാൻ തയ്ച്ചും കൊടുക്കും കേട്ടോ. വലിയ തയ്ക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇത്രയും ബ്ലൗസുകളാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ തയ്ക്കാൻ. അപ്പോൾ 4 ബ്ലൗസ് ഇത് തയ്ച്ചത്, 3 ബ്ലൗസ് ഇത് തയ്ച്ചതും പിന്നെ മറ്റേത് തുണി ഞാൻ കൊടുത്തു വിടുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി തന്നെ പിന്നെ 4 ബ്ലൗസും തുണിയും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു 1.5 മീറ്റർ വേണം നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ, തുണി തയ്ക്കില്ല പറഞ്ഞപ്പോൾ 1.5 മീറ്ററോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ 1 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് തയ്ക്കുക എന്നൊക്കെ ഉള്ളൊരു വിചാരമാണ് അവർക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 4 തുണികൾ കേട്ടോ. ഒക്കെ നല്ല നല്ല തുണികളാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒപ്പിച്ചെടുക്കാനൊന്നും പറ്റില്ല. ലൈനിങ് വാങ്ങിയിട്ട് തയ്ക്കാമെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാനൊക്കെ തിരിച്ച് കൊടുത്തു വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വേറെ 4 തുണി എടുത്ത് കൊടുത്തു വിട്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ തുണി വന്നിട്ട് 1.5 മീറ്റർ വേണമെന്ന് പറഞ്ഞപ്പോൾ 30 ഇത് വന്നിട്ട് 1.30 എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിലും കഷ്ടിച്ച് തന്നെ അടിക്കാൻ പറ്റുള്ളൂ. ഇറക്കവും വീതിയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ തന്നെ തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്പോൾ ഞങ്ങൾ തയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ബാലവാടിക്ക് പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ ബാലവാടി വന്നിട്ട് പിന്നെ കട്ടയാട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിന പറിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ആ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ, കാണിച്ചില്ല, ആ വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ നിറയെ കൊങ്ങിണിപ്പൂക്കൾ, പൂച്ചിടിപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്തിട്ട് വെള്ളം പോകുന്നത് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ മോൾ പറയേണ്ട ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ അമ്മച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ബാലവാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 14 വയസ്സായ കുട്ടികൾക്ക് 18 വയസ്സ് വരെ ഇവിടെ ഹെൽത്ത് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോൾ 2 ആഴ്ച മുന്നേ ഞങ്ങൾ വന്നിട്ട് പിന്നെ ആധാർ കാർഡൊക്കെ എടുത്ത് വന്നിട്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ കണക്ക് കൊടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഫുഡ് വന്നതിൻ്റെ ശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിലങ്ങനെ വരുമ്പോൾ റംബൂട്ടാനും മാങ്ങയൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു. ഇത് റംബൂട്ടാൻ ആദ്യം കാണിച്ചത് മാങ്ങയാണ് കേട്ടോ. ഇത് മാങ്ങയാണ് മൊത്തത്തിൽ കവർ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോള് തന്നെ പോയിട്ട് അവിടെ ഫോട്ടോ സ്കാൻ ചെയ്യണം കേട്ടോ. അപ്പോഴുള്ളൂ ഇത് വാങ്ങിയിട്ട് വരാൻ പറ്റും. അപ്പോൾ ശനിയാഴ്ച ലീവായപ്പോൾ ഞങ്ങളങ്ങനെ വേഗം പോയതാണ്. ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും ലീവ് ഉണ്ടാകുമെന്നും പറയാം. മാസത്തിൽ എല്ലാ മാസവും 5-ാം തീയതിയാണ് കേട്ടോ ഇത് ഫുഡ് കൊടുക്കുക. അപ്പോൾ ഇനി പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി അവിടുന്ന് ബാലവാടി ഇങ്ങോട്ട്, അംഗനവാടി ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ബീനാച്ചിയിലോട്ട് തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മോൾക്ക് ലീവ് ഉണ്ടെങ്കിൽ വേഗം പോയി നോക്കാനൊക്കെ പറ്റും. ഇവിടേക്ക് ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്, കുറേ ദൂരം നടന്ന് വരണം കേട്ടോ. എന്നിട്ടാണ് റാഗി മാവും ആട്ടമാവും ഒക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ആട്ടമാവ് വന്നിട്ടില്ല, ഇനി അത് വാങ്ങിക്കാൻ ഞാൻ പോകണം. മോള് വരേണ്ട ആവശ്യമില്ല കേട്ടോ, ഇനി അതിന് തന്നെ പോകണേ ഞാൻ ഇടങ്ങാറാവും കേട്ടോ. അപ്പോൾ ഇതാണ് ബീനാച്ചിയുള്ള നമ്മുടെ അംഗനവാടി കേട്ടോ. അപ്പോൾ ഇത് ഈ മാസം ലാസ്റ്റ് തുറക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോകാൻ സുഖമാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.